ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ രാത്രി വൈബിലാണ് കേട്ടോ. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി പകലൊക്കെ ഓരോരുത്തർക്കും ഓരോ തിരക്കായത് കാരണം രാത്രിയാണ് നമ്മൾ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ബർത്ത്ഡേ ആഘോഷത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. അത് നമ്മൾ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മൾ വീടിൻ്റെ അടുത്തൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ടാണ് ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ നമുക്ക് പോകാനുണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആളെ വെയിറ്റ് ചെയ്യായിരുന്നു. ആളൊരു എൻട്രി ആ ഒരു ഫേസൊക്കെ കിട്ടാൻ വേണ്ടി ക്യാമറയ്ക്ക് വെച്ചിട്ടോ. പക്ഷേ ആൾ വരുന്നതൊക്കെ കിട്ടിയെങ്കിലും കൂടിയിട്ട് ആളുടെ പിന്നത്തെ ഞങ്ങൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ആ ഒരു ഇത് ഞങ്ങൾക്ക് കിട്ടിയില്ല. കാരണം ക്യാമറ ഒന്നും അത്ര റെഡി ആയിരുന്നില്ല കേട്ടോ വെച്ചത്. എന്തായാലും ആൾ ആകെ എക്സൈറ്റ് ആയി. കാരണം ബർത്ത്ഡേൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ ചെല്ലുന്നത്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അടിപൊളിയായിട്ട് എല്ലാവരും ശരിക്കും ഒരു സർപ്രൈസ് കൊടുത്തു കേട്ടോ. അങ്ങനെ അന്നമ്മോൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. കാരണം ഒരുപാട് ഫണ്ണായിട്ട് അവർ ഈ ബർത്ത്ഡേയിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വർക്കൗട്ട് ആക്കാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കേക്ക് കട്ടിങ്ങിൻ്റെ സെക്ഷനിക്ക് കടന്നു കേട്ടോ. ഇത് അവൻ്റെ പെങ്ങളും ഉമ്മയ്ക്കാണ്. നാത്തൂൻ്റെ മോനാണ് കുക്കു എന്ന് പറയുന്നത്. അവന് നമ്മൾ കുടുംബത്തിലെ എല്ലാ കാര്യത്തിലും മുൻപന്തിയിരിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ നല്ല രീതിക്ക് തന്നെ ആഘോഷിക്കണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടിയും അടിപൊളിയാക്കി ബർത്ത്ഡേ ആഘോഷത്തിൽ കൂടെ അങ്ങനെ കടന്നു പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അമ്മായിമാർക്കും കുഞ്ഞാമ്മമാർക്കും അമ്മാവന്മാർക്കും ഒക്കെ കേക്കൊക്കെ കൊടുത്തും വാങ്ങിയും അങ്ങനെ അടിപൊളിയായി അതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അവന് കുറച്ച് എന്താ പറയുക ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അവർ കുറച്ച് ഗിഫ്റ്റുകൾ ഫണ്ണായ രീതിക്ക് തന്നെ സെറ്റാക്കിയിരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം അത് പൊളിക്കുക എന്നുള്ള രീതിക്ക് അന്നമോൾ അതെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ഫണ്ണായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കുഞ്ഞു ബേക്കിത്തിരിയാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഗോൾഗറ്റ്, നഖം വെട്ടി, അതുപോലെ സോപ്പ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഗിഫ്റ്റായിട്ട് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ എഴുത്തും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. കുളിച്ചൂടെ, നഖം വെട്ടിക്കൂടെ, നന്നായിക്കൂടെ എന്നൊക്കെയുള്ള രീതിക്ക്. അങ്ങനെ ഫണ്ണായിട്ട് നല്ല അടിപൊളിയായിട്ട് ആ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഓനങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അടുത്ത് നിന്ന് സംസാരിക്കാം പക്ഷേ പല്ല് തേച്ചൂടെ എന്നൊക്കെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഫണ്ണ് ഗിഫ്റ്റിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നല്ല ഗിഫ്റ്റ് കാര്യപ്പെട്ട ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഒരു ഫ്രെയിം അവർ കൊടുത്തത് അവനൊരു ഷർട്ടൊന്നും ഇടാത്ത രീതിക്കുള്ളൊരു ഫോട്ടോ ആയിരുന്നു കേട്ടോ. ഇത് തന്നെയാണ് ഫ്രെയിം എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് അവനെ പറ്റിച്ചു. എന്നിട്ട് അതിന് ശേഷം നല്ലൊരു അടിപൊളി ഫ്രെയിം ലാസ്റ്റാണ് നല്ല സമ്മാനങ്ങളൊക്കെ കൊടുത്തത് കേട്ടോ. അപ്പം നമുക്ക് നല്ല പേടിയുണ്ട്. ഓളിതിൻ്റെ പിന്നിൽ നല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ചാടി കളിക്കുകയാണ് ഗിഫ്റ്റൊക്കെ കണ്ട ടൈമിൽ. ഇതാണ് ആ ഫോട്ടോ കണ്ടിട്ട് എല്ലാവരും ചിരിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നല്ലൊരു അടിപൊളി ഫോട്ടോ, ഇത് എന്നൊരു ഫണ്ണായിട്ട് കൊടുത്ത ഫോട്ടോസ് കേട്ടോ. അതിന് ശേഷം നല്ലൊരു അടിപൊളി ഷർട്ട്, നല്ല ഫ്രെയിം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൻ്റെ ഉമ്മ ഒരു ഗിഫ്റ്റ് അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി ഷർട്ടും പാൻറ്റും ഒക്കെ കൂടിയത്, കുറച്ച് ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനൊക്കെ ശേഷം ഒടുവിൽ കുക്കോനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതിയ ഒരു ഇമോഷണലായ ഒരു എഴുത്തും കൂടി അവർ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ജാസ്. ഇവരൊക്കെ കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാറുള്ളത് കേട്ടോ. അതിൽ കുക്കുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇപ്രാവശ്യത്തെ പ്ലാനിങ്ങിലാവും പെട്ടിട്ടില്ല. അല്ലാത്തതെന്നൊക്കെ ഇവർ 3 പേരും അതുപോലെ എൻ്റെ മോനും കൂടിയിട്ടാണ് ഇതൊക്കെ പ്ലാനിങ് കേട്ടോ. അങ്ങനെ കുക്കാക്കുവിനെ കുറിച്ച് എന്താണ് തോന്നുന്നത് എന്നുള്ളത് എല്ലാവരും കൂടി ഓരോ വാചകം പറഞ്ഞിട്ട് അത് എഴുതിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ്. കാരണം അവൻ അത്രമേൽ കുടുംബത്തിൽ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് കേട്ടോ എല്ലാ കാര്യം കൊണ്ടും. അതുകൊണ്ട് ഞങ്ങൾ ഒത്തൊരുമിച്ച് പോകുന്നതിൻ്റെ ഒരു കാരണം കൂടി ഓൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അതൊക്കെ വായിച്ച് ഇമോഷണലായി സങ്കടം സന്തോഷം ഒക്കെ നിറഞ്ഞൊരു ഭയങ്കര നല്ലൊരു ബർത്ത്ഡേ മൊമെൻ്റ് തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ചായ കുടിക്കാനും വേണ്ടിയിട്ട് ഒരു ഔട്ടിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2-3 സ്ഥലത്തൊക്കെ ചായ ചോദിച്ചപ്പോൾ സമയം ഒരുപാടായതുകൊണ്ട് തന്നെ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി 2-3 വേറെ കടയിലും കൂടി ചോദിച്ചപ്പോൾ നമുക്ക് ചായക്ക് സെറ്റായി കിട്ടിയത് കേട്ടോ. അങ്ങനെ എല്ലാവരും അവനവനക്ക് വേണ്ട ഓർഡറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചായയും പീസും കഴിക്കുക എന്നുള്ള രീതിക്ക്. ചില ആളുകൾ ഹോർലിക്സ്, ചില ആളുകൾ ബൂസ്റ്റ്, കോഫി, ഇങ്ങനെ പലതും പറഞ്ഞ് അങ്ങനെ ടൈം ഒരുപാട് വൈകിട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും ഒക്കെ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗ്. ഇനി ഒരുപാട് വിശേഷങ്ങൾ അറിയാനും വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് ചാനലൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.